Yes, if anyone can, Ronaldo can. It's brilliant. It's brilliant. The 40-year-old. 1000 പേർ പരിഹസിച്ച് അവസാനിക്കുന്നിടത്ത് അയാൾ വീണ്ടും അവതരിക്കും. വർഷങ്ങളായി അതങ്ങനെയാണ്. യൂറോപ്പിൻ്റെ തണുപ്പിലും വിയർപ്പിലും കുതിർന്ന കുപ്പായത്തിൽ പലതവണ നമ്മൾ ആ മഹാമേരുവിനെ കണ്ടതാണ്. കാലുറയ്ക്കാത്ത കാലം തൊട്ട് അയാളങ്ങനെ തലച്ചോറിൽ കലങ്ങി മറിയുന്നുണ്ട്. റൊണാൾഡോയെക്കുറിച്ചാണ്. ലോകത്തിലെ 7 ലോകവും വെട്ടിപ്പിടിച്ച ഒരു 7-ാം നമ്പറുകാരൻ. ഇനിയൊരു ചെങ്കോലും കിരീടമില്ലെങ്കിൽ പോലും ഈ 7 ലോകവും വളർന്ന് തിട്ടപ്പെടുത്തി വെച്ചാൽ പോലും അയാളുടെ തട്ട് താണു തന്നെയിരിക്കും. പ്രായം മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്ന ഒരു നേരമുണ്ട്. മനുഷ്യൻ സ്വയം പിടികൊടുക്കുന്ന സമയം, നരാചരകൾ പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുന്ന നിമിഷം. അതിന് ചില നേരം കണ്ടിക്കും വിധത്തിൽ ഒരു നാടൻ ചൊല്ലുമുണ്ട്: വയസ്സൊക്കെ വെറും നമ്പറാണെന്ന്. ഇന്നീ ലോകത്ത് അതിന് ശാസ്ത്രീയമായ ഒരു തെളിവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ്. അല്ലവാൽ പാർക്കിൽ 3-1 വിജയം നേടി നിൽക്കുകയാണ് അൽ നാസർ. മിനിറ്റ് സൂചി ഇഞ്ചുറി ടൈം കാണിക്കുകയാണ്. മത്സരത്തിൻ്റെ അവസാന സൂചികയിലൊന്നിൽ മറികടന്ന് പന്ത് ബോക്സിൽ വെയിറ്റ് ചെയ്യുന്ന റൊണാൾഡോയിലേക്ക്. അപ്പോഴേക്കും അയാൾ അന്തരീക്ഷത്തിലേക്ക് പടർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് കണ്ടതോ മണ്ണിനും മനസ്സിനും ഇറത്തടിപ്പിച്ച പോലെ മലക്കം മറഞ്ഞൊരു ബൈസിക്കിൾ. പണ്ടങ്ങ് തുറലിൽ കണ്ടുതരുന്നൊരു മായാ കാഴ്ചയുണ്ട്. എതിരാരാധകരും വിമർശകരും വരെ കൈയടിച്ചു പോയ മാസ്മരികത. എന്നാൽ ആ പ്രായമല്ല ഇന്ന് അയാൾക്ക്. 8 കൂട്ടി 40 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഒരിളക്കും കോട്ടവും പറ്റിയിട്ടില്ല അയാളുടെ മേനിക്കും മെയ്വഴക്കത്തിനും. കാരണം അതൊരു അപൂർവ തന്നെയാണല്ലോ. അൽ നാസർ ഗാലറി ഒന്നാകെ തരിച്ചു നിൽക്കുന്നുണ്ട്. ഡഗ്ഔട്ടിലും അതിൻ്റെ പ്രതിഫലനം കാണാം. ഓഷയെ മുട്ടുകൊണ്ടിടിച്ച പാപം, 2.5 പതിറ്റാണ്ടിലാദ്യമായി നാഷണൽ ജേഴ്സിയിൽ നേടിയ ചുവപ്പ് കാർഡ്, അങ്ങനെ കുറച്ചധികമുണ്ട് കഴിഞ്ഞേറെ നാളുകളായി അയാളുടെ തലയ്ക്ക് ചുറ്റും. അത്തരം അപശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ മുന്നേ ശീലിച്ചതുപോലെ ചിലതാ സമയങ്ങളിൽ അയാളുടെ കാലുകളിൽ നിന്നും പിറന്നുകൊണ്ടേയിരിക്കും. അതൊരു കെട്ടുകഥയല്ല. തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ അത്തരം തീ കൊണ്ടും മണ്ണുകൊണ്ടും മൂടിയാണ് ചരിത്രവും ശീലവും. എന്നിട്ടും ഇന്നും അയാൾ നിങ്ങൾക്കാരാണ്? അത് അയാൾ അഹങ്കാരിയാണ്. എല്ലാം പോസിറ്റീവായി കാണുന്നവർ എന്നും അങ്ങനെയാണല്ലോ. അവർ സ്വയം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കഠിനാധ്വാനവും അതിൽ നിന്നുള്ള ഊർജവുമാണ് അതിനേക കാരണവും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന്, എന്ത് വിചാരിക്കുന്നു എന്ന് അയാൾക്കൊരു പ്രശ്നമേ അല്ല. അയാൾക്ക് അയാളാണ് മികച്ചവൻ. അത് അയാളുടെ വിശ്വാസവുമാണ്. ഞാനൊരു സാധാരണ കളിക്കാരനാണ് എന്ന് കരുതുന്ന റൊണാൾഡോയായിട്ടാണ് അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ നീണ്ട 22 വർഷക്കാലം അയാളിങ്ങനെ തുടരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അയാളുടെ സ്വയം തേച്ചു മിനുക്കലാണ് എന്ന് കരുതിയാൽ മാത്രം മതി. ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളുടെ ഏറ്റവും വലിയ ആയുധം അന്തരീക്ഷമാണ്. അവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് മറ്റാർക്കും സാധിച്ചെന്ന് വരില്ല. അർജന്റീനിയൻ സ്ട്രൈക്കർ ലൗട്ടാരോ പറഞ്ഞ വാക്കുകൾ അക്ഷരം തെറ്റാതെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 7 ലോകവും 7 അത്ഭുതങ്ങളും 7 കടലും 7 വർണ്ണങ്ങളും കഴിഞ്ഞ് ഈ ലോകത്ത് 7 എന്ന സംഖ്യ അർഹതയോട് അലങ്കരിക്കുന്നത് അയാളുടെ ദേഹത്താണല്ലോ. അതുകൊണ്ട് അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും പിറക്കുക തന്നെ വേണം. റൊണാൾഡോ ഉണ്ടെങ്കിൽ പോർച്ചുഗൽ മികച്ചതല്ല എന്ന് പറയുന്ന പാഴ്മൊഴിയും കേട്ട് 2026 അമേരിക്കയുടെ നിലങ്ങളിൽ റൊണാൾഡോ എന്ന 40-കാരനെ അഴിച്ചുവിടാൻ കിനാവ് കണ്ട് കാത്തിരിക്കുന്നവർക്ക് ഇതൊരു റിമൈൻഡറാണ്. ഒന്നും അയാൾ ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന വലിയ സൂചന. Take this in. I actually felt it coming in. I thought, surely not. Can he? Yes. If anyone can, Ronaldo can. It's brilliant. It's brilliant. The 40-year-old looking like he's 20.